കല്യാണം കഴിച്ച് കൊണ്ടുവന്നപ്പോൾ ആരോ എന്നോട് പറഞ്ഞേ പിറ്റേന്ന് തന്നെ ചൂലെടുക്കരുത്, പിന്നെ ജീവിതകാലം മുഴുവൻ ചൂലുകൊണ്ട് അടിച്ച് തരേണ്ടി വരും കേട്ടോ. അത് തമാശ ആണെങ്കിലും അതിൻ്റെ ഒരു രസം എന്ന് വെച്ചാൽ ഇന്നേ വരെ വീട്ടുജോലിയിൽ നിന്ന് ഒരു കരകയറ്റം എനിക്കുണ്ടായിട്ടില്ല കേട്ടോ. പ്രത്യേകിച്ച് മിറ്റടിക്കാറിഞ്ഞാൽ നല്ലോണം അടിക്കാനുണ്ടാവും കേട്ടോ. അത് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ കല്യാണത്തിൻ്റെ പിറ്റേന്ന് ചൂലെടുത്തിട്ടല്ല കേട്ടോ. പക്ഷേ ചൂലെടുക്കാതിരിക്കാനൊന്നും നമുക്ക് പറ്റൂലല്ലോ, കാരണം അമ്മായിമാരെ നാത്തുമാരെ അയൽവാസികളെയൊക്കെ മയക്കണ്ടേ. അങ്ങനല്ല, ഓള് പണിയെടുക്കുന്നോളാന്ന് പറയുന്നെങ്കിൽ ആദ്യം ചൂലെടുക്കണ്ടേ. ആ തോതിലാണ് ആദ്യത്തെ പിറ്റേന്ന് തന്നെ നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെയല്ല കേട്ടോ. ഇപ്പോഴത്തെ പിന്നെ ഫോണ് തോണ്ടി കുത്തിരിക്കുക എന്നല്ലാതെ ചൂലെടുക്കാനൊക്കെ പണിയാണ്, മുറ്റത്തിറങ്ങാനും പണിയാണ്. അങ്ങനത്തെ പോലെ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് കൂടുതൽ കേട്ടോ. പക്ഷെ അന്ന് ആ ചൂലെടുത്തതിന് ശേഷം ഇന്ന് വരെ അടുക്കളയിൽ നിന്നൊരു കയറ്റം ഉണ്ടായിട്ടില്ല കേട്ടോ. എന്നാലും ഞാൻ പ്രതീക്ഷിക്കും എന്തെങ്കിലും ജോലിക്കൊക്കെ പോയാൽ ചിലപ്പം പണിക്കൊക്കെ ഒരാക്കുണ്ടാവും എവിടെ. ഇന്നേ വരെ അതിനൊരു മാറ്റവും എനിക്കുണ്ടായിട്ടില്ല കേട്ടോ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മിറ്റം ഇങ്ങനെ ക്ലീനാക്കിയിട്ട് അടിച്ച് വാരി ഇങ്ങനെ മണ്ണും ഇതൊക്കെ പൊടിയും ഇലയും ഒക്കെ അടിച്ചടിച്ച് നീറ്റാക്കി എടുക്കുന്ന മിറ്റുണ്ടല്ലോ, ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഒരുപാട് മിറ്റുണ്ട്. ഒരു ഭാഗത്ത് നീറ്റാക്കി എടുക്കുമ്പോഴേക്കും മറ്റേ ഭാഗത്ത് പുല്ല് നന്നായിട്ട് മുളക്കുന്ന ഒരു സ്ഥലമാട്ടോ ഇവിടെ. അതേമാതിരി ചെടീനെ ഭയങ്കര ഇഷ്ടമായി എനിക്ക് കേട്ടോ. എനിക്ക് ചെടികളും കാര്യങ്ങളും ആയിട്ടുള്ളതൊരു വേറെ ഒരു ചാനലുണ്ട് കേട്ടോ. ഞാൻ ഓമശ്ശേരിക്കാരി എന്ന ചാനലിൻ്റെ പേര് കയറി ഒക്കെ കണ്ടിട്ടോ. അപ്പം മുറ്റമൊക്കെ അടിക്കാറ് ഒരുപാട് പണിയാട്ടോ. ഇവിടെ കുറേ ഉണ്ട് മുറ്റടിക്കാൻ. അപ്പം ഓരോ ദിവസം കാര്യമായിട്ട് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നത് മുറ്റത്താട്ടോ. കാരണം മുറ്റത്താണ് ഏറ്റവും കൂടുതൽ അടിച്ച് വാരാനും പുല്ല് പറിക്കാനും മണ്ണ് വാരിക്കോരാനും പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി ചെടീൻ്റെ പണിക്കും പോകട്ടോ.